ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ഗ്രീഷ്മകാല ഫലങ്ങൾ ശേഖരിക്കുകയും മുന്തിരിപ്പഴങ്ങൾ പറിച്ചുകൂട്ടുകയും ചെയ്തതിന് ശേഷം കാലാപേറുക്കിടുന്ന മനുജനെ പോലെ ഞാൻ തളർന്നിരിക്കുകയായി. മിഖായുടെ പുസ്തകം 7-1 ഹായ്, എനിക്ക് കഷ്ടം. ഗ്രീഷ്മകാല ഫലങ്ങൾ ശേഖരിക്കുകയും മുന്തിരിപ്പഴങ്ങൾ പറിച്ചു കൂട്ടുകയും ചെയ്തതിന് ശേഷം ഇന്നിപ്പം കാലാപെറുക്കുന്നവനെ പോലെയായിരിക്കുന്നു ഞാൻ. കയ്യിലും കുട്ടയിലും കുടുക്കയിലും എൻ്റെ തീന്മേശയിലും എൻ്റെ അറപ്പുരയിലുമൊക്കെ മുന്തിരിപ്പഴങ്ങളും ഗ്രീഷ്മകാല ഫലങ്ങളുമൊക്കെ ഒത്തിരി ശേഖരിച്ച് ഒരു നല്ല കാലം ഉണ്ടായിരുന്ന ഞാൻ ഇന്ന് അധപ്പതിച്ച് കാലാപെറുക്കുന്നവനായി പോയിരിക്കുന്നു. കൊയ്ത്തുകാർ കൊയ്ത് പോകുന്നതിൻ്റെ ഇടയ്ക്ക് പുറകം യാചിച്ച് ചിതറി വീഴുന്ന താഴെ വീഴുന്ന കതിരുകൾക്കായും പഴങ്ങൾക്കായും കൈ നീട്ടേണ്ട ഒരു ഗതികേട്, ഒരധപ്പതനത്തിൻ്റെ ദുരാത്മാവ് എന്നെ ബാധിച്ചിരിക്കുന്നു. നാം എവിടെ നിന്നവരാണ്? നമ്മുടെ നന്മ എന്തായിരുന്നു? നമ്മുടെ അന്തസ് എന്തായിരുന്നു? ഇച്ചിരി പണവും സാഹചര്യമൊക്കെ വന്നപ്പം നമ്മുടെ നന്മയുടെ ഗ്രീഷ്മകാല ഫലങ്ങൾ, കരുണയുടെ പഴങ്ങൾ, അതൊക്കെ എവിടെ പോയി? നാം ശേഖരിച്ച് നമ്മുടെ അഭിമാനവും സ്വന്തവുമായിരുന്ന നമ്മുടെ സുഹൃതങ്ങൾ എവിടെ പോയി? ഇന്ന് തിരിഞ്ഞു പേർക്കി നടക്കിയ അല്പം കരുണ, അല്പം മനുഷ്യത്വം നമ്മിലതൊന്നുമില്ലെന്ന് ലോകം പറയുന്നു, നാട്ടുകാർ പറയുന്നു. ഒരിക്കൽ നല്ല നിലയിൽ കരുണയുള്ളവനെന്നും ഹൃദയമുള്ളവനെന്നും അറിയപ്പെട്ടിരുന്നവനാണ് ഞാൻ. ഗ്രീഷ്മകാല ഫലങ്ങൾ ശേഖരിച്ചിരുന്ന മനുഷ്യൻ, മുന്തിരിപ്പഴം ഉണ്ടായിരുന്നവൻ. നന്മയുടെ ഒരു സമൃദ്ധിയിൽ നിന്നും നീ താഴേക്ക് വീണു പോയിരിക്കുന്നു. ഇതൊന്ന് ഓർക്കാൻ കഴിയുന്നതൊരു ഭാഗ്യമാണ്. നാം എവിടെയായിരുന്നു, എവിടേക്ക് വീണ്ടിരിക്കുന്നു? ഈ ഓർമ്മ പോലും ഒരു ബലിയർപ്പണമാണ്, ഒരു സുഹൃതമാണ്, ഒരു തിരിച്ചുവരവാണ്. ആമേൻ. വീണ്ടും മധുരമനോഹരമായ ധ്യാനം വരികയാണ്. 60 വയസ്സിന് മുകളിലുള്ള അനേകർക്ക് അഭിഷേകവും ശക്തിയും കരുത്തും കനിവും നൽകിയ ധ്യാനം, ഗ്രേസ്ഫുൾ സീനിയർ സിറ്റിസൺസ് ധ്യാനം. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ധ്യാന കേന്ദ്രമായ സിയോൺ ധ്യാന കേന്ദ്രത്തിൽ മെയ് 19, 20, 21, 22 തീയതികളിൽ കടന്നുപോയവർക്കും പങ്കെടുത്തവർക്കും മറക്കാനാവാത്ത സ്വർഗീയ സ്മരണകൾ സമ്മാനിച്ച ഈ ധ്യാനം, അതിൽ പങ്കെടുക്കുവാൻ സ്നേഹപൂർവ്വം നിങ്ങളെ ക്ഷണിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരുകൾ തന്ന് സീറ്റുകൾ ബുക്ക് ചെയ്താൽ നിങ്ങൾക്കുള്ള താമസ സൗകര്യം ഒരുക്കി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് കഴിയും. താഴെ നൽകുന്ന മേൽവിലാസത്തിലും ഫോൺ നമ്പറിലും ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു ആത്മീയ ബന്ധത്തിലായിരിക്കാം. സ്വാഗതം. ആമേൻ ആമേൻ.